പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. എടപ്പാളിൽ പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയ്ക്കെത്തിയ പാടത്തങ്ങാടി സ്വദേശി ഷഹലയ്ക്ക് ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി. ആശുപത്രിയിൽ ഫിസിഷ്യൻ ഇല്ലെന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് വനിതാ ഡോക്ടർ പറഞ്ഞെന്നും ഷഹല ആരോപിച്ചു. ടിക്കറ്റൊക്കെ എടുത്ത് കയറിയപ്പം ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫിസിഷ്യനെ തന്നെ കാണണം, മറ്റന്നാൾ വന്നാൽ മതി. ഞാൻ പറഞ്ഞു വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞു. അത്ര അപമര്യാദയായിട്ടുള്ള രീതിയിൽ നല്ല റോങ് ആയിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ്, ഞായറാഴ്ച അല്ലേ നാളെ, എങ്ങനെയും ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഞായറാഴ്ച അതിൻ്റെ കുറ്റമല്ല, ഇറങ്ങിപ്പോ നല്ല ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് മര്യാദക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഈ ഇന്ന മര്യാദ പഠിപ്പിക്കണ്ട, എന്താണ് സെക്യൂരിറ്റിനോട് പിടിച്ച് പുറത്താക്കാനാണ് പറഞ്ഞത്. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനുസ്, ഒരു ആശുപത്രിക്കെതിരെയാണ് അതീവ ഗുരുതരമായ ഒരു പരാതി. പ്രത്യേകിച്ച് നമുക്കറിയാം പാമ്പ് കടിയേറ്റൊക്കെ എത്തുമ്പോൾ വളരെ അടിയന്തര സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നത്. അവരോട് ഒരു ഡോക്ടർ അടക്കം ഇത്തരത്തിൽ സംസാരിച്ചു എന്നുള്ള പരാതി അത് ഗുരുതരമാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ജിൽസി, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് ഈ യുവതി ഉന്നയിക്കുന്നത്. എടപ്പാൾ പാടത്തങ്ങാടി സ്വദേശി ഷഹലക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഈ കഴിഞ്ഞ മാസം ഈ ഏപ്രിൽ 27-നാണ് ഷഹലക്ക് ഈ പാമ്പുകടി ഏൽക്കുന്നത്. ആ സമയം അവിടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, ICUലാകുന്നു. തുടർന്ന് ഒരാഴ്ചയോളം അവിടെ കിടക്കുന്നു. പിന്നീട് ഡിസ്ചാർജ് ആവുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നാണ് എടപ്പാളിലെ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത്. അവിടെ പ്രാഥമികമായിട്ട് ചികിത്സ നൽകുന്നു. തുടർന്ന് ഡോക്ടർമാർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകുന്നു. അവിടെ നിന്നാണ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ യുവതി എത്തുന്നത്. അപ്പോഴാണ് ഈ ഒരു ആശുപത്രി അധികൃതർ, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർ, വളരെ മോശമായി ഈ യുവതിയോട് സംസാരിക്കുന്നത്. ഫിസിഷ്യൻ ഇല്ല എന്ന് പറഞ്ഞാണ് ഈ യുവതിയോട് സംസാരിക്കുന്നത്. ഇവിടെ ചികിത്സയില്ല, നിലവിൽ ഡോക്ടർ ഇല്ലാത്തത് തന്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുന്നു. പോകാൻ വളരെ ദേഷ്യത്തോടു കൂടി ഈ ഡോക്ടർ പറയുന്നു. പിന്നീട് സുരക്ഷാ ജീവനക്കാരെ വിളിച്ച് ഇവരെ പുറത്താക്കാൻ പറയുന്നു. പിന്നീട് ഈ യുവതി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി അവിടുന്ന് പരാതി പറയുന്നു. അപ്പോഴാണ് ഈ പോലീസുകാർ ഈ ആശുപത്രിയിലേക്ക് വിളിച്ച് ഇവർക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നീടാണ് ഈ യുവതിക്ക് ഈ ചികിത്സ നൽകാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ ആശുപത്രിയിൽ എത്തുന്നു, അവിടുന്ന് ചികിത്സ നിഷേധിച്ചതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയി മാത്രം ഇവർക്ക് ചികിത്സ നൽകാൻ തയ്യാറായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഏതായാലും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നീട് ഈ ആശുപത്രി അധികൃതർ പറയുന്നത് ഫിസിഷ്യൻ ഇല്ലാത്തത് കൊണ്ടാണ്, അവധി ദിവസമാണ്, ഫിസിഷ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ യുവതിയോട് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഒരു വിശദീകരണം ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഒരു ചികിത്സ ലഭിക്കാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഈ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവതിയുടെ നില ഇപ്പോൾ നിലവിൽ തൃപ്തികരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി. യൂനുസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.